പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രോസ് ഡയമൻഡോക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടു. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ താരത്തിനെ സ്വന്തമാക്കാനായിട്ട് നിരവധി ഐഎസ്എൽ ടീമുകൾക്കാണ് താല്പര്യമുള്ളത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ആണ് എന്നാണ് ഇപ്പോൾ മാർക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അതിനോടൊപ്പം മുംബൈ സിറ്റി എഫ് സി, ബംഗളൂരു എഫ് സി എന്നീ ടീമുകൾക്കും ഡിമിട്രോസിനെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന റൂമറുകളൊക്കെ പുറത്തു വരുന്നുമുണ്ട്. ഈ ഒരു താരം എന്തായാലും ഇന്ത്യയിൽ തന്നെ തുടരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അടുത്ത സീസണിൽ ഡിമിട്രോസ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയായിരിക്കും കളിക്കുക. എന്തായാലും ഡിമിട്രോസിന്റെ അടുത്ത സീസണിലെ ക്ലബ്ബ് ഏതാകുമെന്നൊക്കെ നമുക്ക് തന്നെ കാണാം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇതുവരെ കോച്ചിനെ സൈൻ ചെയ്തിട്ടില്ല. കോച്ചിന്റെ സൈനിങ് ഇതുവരെ കംപ്ലീറ്റ് ആക്കാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പല താരങ്ങളെയൊക്കെ നിലവിൽ ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ടീമിലെ ചില പ്രധാന താരങ്ങളും ക്ലബ്ബ് വിട്ട് പോകുന്നുമുണ്ട്. കോച്ച് വന്നതിന് ശേഷം കോച്ചിന്റെ ഒരു പ്ലേയിങ് സ്റ്റൈലിനോട് യോജിച്ച പ്ലേയേഴ്സിനെയാണ് ടീം സൈൻ ചെയ്യേണ്ടത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മറ്റുള്ള ടീമുകളൊക്കെ കോച്ചിനെ ആദ്യം ടീമിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് സൈനിങ് ഒക്കെ നടത്താറുള്ളത്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കാര്യം, നമുക്കറിയാം ഈ ഒരു സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഒരു പ്ലെയറാണ് ഫെഡോർ സർണി. താരം മികച്ച പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഫെഡോർ ചില കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഫെഡോർ പറഞ്ഞത് എങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ കരിയറിൽ കളിച്ച ടീമുകളിൽ ഏറ്റവും മികച്ച ഫാൻസുള്ള ടീം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെതാണ്. മാത്രമല്ല, എവേ മത്സരങ്ങളിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മത്സരം കാണാൻ എത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. മാത്രമല്ല, ഹോം ഗ്രൗണ്ടിലെ അന്തരീക്ഷവും തനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ലഭിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെയും ക്ലബിനെയും താൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഫെഡോറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.